ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളിവിടെ ചന്ദ്രനഗർ സ്റ്റേഡിയം, പാളയ സ്റ്റേഡിയത്തിൽ വന്നേക്കാണ് സ്പോർട്സിൻ്റെ കാര്യമായിട്ട്. ഇത് ഹഫ്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. നമ്മളൊരാളുണ്ട് വൈഷ്ണ എന്ന് പറയുന്നത്, അവൾ വന്നില്ല. അതിന് പേഴ്സണലി വയ്യ, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മൾ 3 എണ്ണങ്ങളോടൊന്നും പൊളിച്ചടിക്കുകയാണ്. നമ്മൾ സ്പോർട്സ് തുടങ്ങുമ്പോൾ പോണേ ഉള്ളൂ. എന്താവുമെന്ന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും പേരുണ്ട് ഇവിടെ. ഓക്കെ, നമുക്കിനി എല്ലാം കഴിഞ്ഞിട്ട് ഗൈസ്, നമ്മുടെ സ്കൂൾ ഭയങ്കര പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ സ്റ്റേഡിയത്തിൽ വെളുപ്പാങ്കാലത്ത് പോയി കുത്തിയിരിപ്പായിരുന്നു നമ്മളെല്ലാവരുടെയും മെയിൻ പരിപാടി. നമ്മളെ സ്കൂളിൽ നമ്മുടെ ഫസ്റ്റ് എത്തിയത്. പിന്നെ ഞാൻ ഹഫ്നിയും പിന്നെ കുറേ നേരം നമ്മൾ സ്നാക്സൊക്കെ എടുത്തതിന് ശേഷം സ്റ്റേഡിയത്തിൻ്റെ വലിപ്പം കണ്ട് അന്തപ്പെട്ട് നിൽക്കുമായിരുന്നു. പിന്നെ നമ്മളെ വ്ളോഗ് എടുക്കുന്നത് കണ്ടിട്ട് നമ്മളെ സ്കൂളിൽ നിന്ന് വന്ന കുറേ കുട്ടികൾ ഇതെന്തപ്പം പരിപാടി എന്നുള്ള രീതിക്ക് അവരിക്കുന്നത്. നമ്മളെ സ്കൂളിൽ എല്ലാവരും ഭയങ്കര ഇൻട്രോവേർട്ട്നെസ് ആയതുകൊണ്ട് തന്നെ വ്ളോഗിലൊന്നും വരാറില്ല. സോ നമുക്ക് ഉടനെ തന്നെ ഒരു മാർച്ച് പാസ്റ്റ് ഉണ്ട്. സോ അതിന് വേണ്ടി നമ്മൾ താഴോട്ട് പോകേണ്ടതാണ്. ഓക്കെ ഗൈസ്, നമ്മൾ മാർച്ച് പാസ്റ്റിന് താഴെ പോയി നല്ല ലൈനായിട്ട് നിന്നു. പിന്നെ ഈ വാലാകോല നിൽക്കുന്നതാണ് നമ്മുടെ വിമല സ്കൂളിലെ കുട്ടികൾ. പിന്നെ 2ാമത്തെ ലൈനിൽ കൈ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ. സോ നമ്മുടെ മാർച്ച് പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മൾ ലൈനൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് നാക്ക് തെറ്റി പോകുന്ന കഷ്ടം. അപ്പം നമുക്ക് നമ്മുടെ മാർച്ച് പാസ് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെ ഇവൻറ്റ്സ് എല്ലാം സ്റ്റാർട്ടായിരുന്നു. നമ്മുടെ ഇവൻറ്റ്സ് സ്റ്റാർട്ടാകുന്നത് മറ്റുള്ള ഇവൻറ്റ്സും കണ്ട് കൈയൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം എൻ്റെ ഇവൻ്റെ 100ഉം 200ഉം സ്റ്റാർട്ടായി. നമ്മൾ നന്നായിട്ട് ഓടി. പിന്നെ ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന 2 പേരാണ് ഞാനും ഹഫ്നിയും. ആരോ വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ കൂടെ ഫോൺ വാങ്ങിച്ചുകൊണ്ട് പോയി. അത് വിട്. എനിക്ക് എൻ്റെ ഇവൻ്റെ 100ഉം 200ഉം ആയിരുന്നു. ഹഫ്നിക്ക് ലോങ് ജമ്പും കൂടെ ഉണ്ടായിരുന്നു. ട്രാക്കിൽ നന്നായിട്ടാണ് ഞാൻ ഓടിയത്. പിന്നെ മെയിൻ പ്രശ്നം, നമ്മൾ വാമപ്പൊക്കെ ചെയ്യാതെ നമ്മൾ ഇറങ്ങി ഓടുകയാണ്. ഈ കാലിൻ്റെ ഈ തൈസ് ഉണ്ടല്ലോ, വേദന എടുത്ത് 5-6 ദിവസം അനക്കാൻ പറ്റൂല, സത്യം പറയാണ്. അതുകൊണ്ടായിരിക്കും എനിക്കൊന്നും പ്രൈസൊന്നും കിട്ടാത്തത്. പിന്നെ ഇവൻ്റെ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചിരിക്കണമല്ലോ. പിന്നെ ഇത് എൻ്റെ കൂട്ടുകാരനെ അലൻ്റെ അനിയത്തിയാണ്. അവളുടെ പേര് അലീന എന്നാണ്. സോ നമ്മളായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. ഇത് പറഞ്ഞാൽ പിന്നെ ഞാൻ ഹഫ്നയും കൂടെ വെറുതെ ഇരിക്കുക. നമ്മൾ നേരത്തെ നമ്മൾ ആദ്യം ഒന്ന് കുറച്ച് പോസ്റ്റായിട്ട് എടുത്തപ്പോഴാണ് കുട്ടുമ്മ റീൽ ടീച്ചറിൻ്റെ ഫോണിലെടുത്തത്. സോ അതാണ് ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ വന്ന് പോകുന്നതാണ് അഭിജിത്ത് സാറിൻ്റെ കുറച്ചും കൂടെ വീഡിയോസ് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി വീഡിയോ എടുക്കുകയാണെങ്കിൽ തലമണ്ട അടിച്ച് ഞാൻ തിരിക്കോടി എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവരെ ചെയ്യും. സോ അതുകൊണ്ട് നമുക്ക് മൂങ്ങാതിരിക്കാൻ വേണ്ടി നമ്മളത് ചെയ്യാതിരിക്കുക. സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ വണ്ടിക്ക് കുറച്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് 8:30 വീട്ടിൽ എത്തിയപ്പം ഇത് അങ്ങോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോസ് ആയിരുന്നു. നമ്മുടെ CSA ചർച്ചിൽ പോയാലുള്ള സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങി അവിടെ നമ്മൾ ബ്രേക്ക് കുറേ നേരം കിടന്നു. സോ ആ ടൈം എനിക്ക് വ്ളോഗ് എടുക്കാൻ മനസ്സ് തോന്നിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. ഓക്കെ, പിന്നെ കുറച്ച് വൈബ് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് സ്പോർട്സിൽ നിന്ന് എന്ത് കിട്ടി എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ഒരു ഫോട്ടോ ഇടുന്നതായിരിക്കും. സോ ഗൈസ്, നമ്മുടെ സ്പോർട്സിൽ വന്നാൽ എല്ലാവർക്കും കുറച്ച് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസസ് ഒക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമുക്ക് 7th and 8th കാറ്റഗറിയിലെ ഓവറോൾ ട്രോഫി നമ്മുടെ സ്കൂളിനായിരുന്നു. സോ ഇതാണ് അതിൻ്റെ പിക്ക്. സോ ഈ വ്ളോഗ് ഗായ്സ്, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗായിരുന്നു ഈ ചാനൽ. ഈ വ്ളോഗ് ഇത്രയും നേരം കണ്ട എല്ലാവർക്കും ഒരു ലോട്ട് ഓഫ് ലവ്. സോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.